നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന മദ്യപിച്ച സുധിയെയും ശ്രീകാന്തിനെയും സച്ചിയൊക്കെ പിടിച്ചോണ്ട് രേവതി വർഷ ശ്രുതിയൊക്കെ അങ്ങനെ ലിഫ്റ്റേ കയറുവാണ്. അങ്ങനെ ലിഫ്റ്റേ വെച്ചിട്ട് എന്ത് ചെയ്തു, ശ്രുതി പതുക്കെ സച്ചിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ അടിച്ചു മാറ്റുവാണ്. സച്ചിയുടെ പാൻറ്റിന്റെ പോക്കറ്റിലായിരുന്നു സച്ചിയുടെ ഫോൺ ഉണ്ടായിരുന്നേ. അത് അടിച്ചു മാറ്റിയിട്ട് നേരെ ശ്രുതിയുടെ പോക്കറ്റിലേക്ക് വെച്ചു. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് ശ്രുതി കാര്യങ്ങളൊക്കെ ചെയ്തേ. കാരണം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ശ്രുതി കടന്ന് ഉറങ്ങിക്കോളും. ആ സമയത്ത് അതിനകത്തുനിന്ന് വീഡിയോ എടുക്കണം. ഇനിയിപ്പം തന്നെ ആരും സംശയിക്കില്ല. ശ്രുതിയുടെ പോക്കറ്റിനകത്തല്ലേ ഫോണുള്ളത്. ആ ഒരു ധൈര്യത്തിലായിരുന്നു. അങ്ങനെ ഒടുവില് ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മീര വെച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് പോയാൽ നിനക്ക് ഫോൺ കിട്ടത്തില്ലല്ലോ. എടി ഫോൺ അടിച്ചു മാറ്റിയല്ലേ വീഡിയോ കിട്ടത്തോളെന്ന് ചോദിച്ചു. അതൊക്കെ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ വീഡിയോ കിട്ടിയോന്ന് ചോദിച്ചു. വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ സുധിയുടെ പോക്കറ്റിനകത്തേക്ക് ഞാൻ ഫോൺ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? ഓ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. കണ്ടു, വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ മീര യാത്രയൊക്കെ പറഞ്ഞു പോവാണ്. പിന്നീട് സുധി രേവതിയും വർഷ ശ്രീകാന്തും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുക. അപ്പം രേവതിക്കൊക്കെ ടെൻഷനുണ്ട്. എങ്ങാനും ഇനിയിപ്പോൾ അച്ഛന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പണിയാവും. ഇവരോട് പറഞ്ഞിരിക്കുന്ന മദ്യപിച്ചേക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അച്ഛന് ഇനി സങ്കടവും ദേഷ്യവും അതൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ സുധിയും ശ്രീകാന്തും സച്ചിയൊക്കെ മദ്യത്തിലായതുകൊണ്ട് അവർക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം വന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഒരു വീടിന് അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് വർഷ ചോദിച്ചു, അല്ല ആരായിരിക്കും പോലും വന്ന് കഥ തുറക്കുന്നത്? അച്ഛനെങ്ങാനും ആയിരിക്കോ? രേവതി പറഞ്ഞു, അച്ഛനാണെ തീർന്നു, മിക്കവാറും അച്ഛൻ ഉറങ്ങി കാണുമായിരിക്കും, അമ്മയായിരിക്കും വന്ന് കഥ തുറക്കണേന്ന് പറഞ്ഞു. സച്ചിയെ മാത്രം രേവതി പിടിച്ചിട്ടില്ല. ബാക്കി രണ്ടുപേരെ അവരവരുടെ ഭാര്യമാര് പിടിച്ചിട്ടുണ്ട്. സുധിയെ ശ്രുതി പിടിച്ചിട്ടുണ്ട്. ശ്രീകാന്തിനെ വർഷയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് വീടിനങ്ങോട്ട് വന്ന് കോളിമ്പല്ലടിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി വന്ന് കഥ തുറക്കുമെന്ന് ഓർത്തിരുന്ന അവർക്ക് തെറ്റി. വന്ന് കഥ തുറന്ന് രവീന്ദ്രനാണ്. രവീന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സുധിയെയും അതുപോലെ ശ്രീകാന്തിനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷയും ശ്രുതിയൊക്കെ. ഇതെന്താ ഇങ്ങനെ? രവീന്ദ്രൻ നോക്കി. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, കഥ തുറന്നോ, ബാ നമുക്ക് അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അവിടെ നിൽക്കുക, നിങ്ങളെന്താടാ കിടന്ന് ആടുന്നേന്ന് ചോദിച്ചു. ഞങ്ങൾ ആടുന്നൊന്നുമില്ലോ. ഇതെന്താടാ ആട്ടമല്ലേന്ന് ചോദിച്ചു. നിനക്കൊന്ന് നേരെ നിൽക്കാൻ അറിയാൻ മേലെന്ന് ചോദിച്ചു. ഭാര്യമാരുടെ സഹായം വേണോ നേരെ നിൽക്കാനായിട്ട്? നീയൊക്കെ മദ്യപിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രേവതിക്ക് ഭയങ്കര ടെൻഷനായി. ആ സമയം രേവതി പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ, അല്ല ഇവരോടാ ചോദിച്ചാൽ മദ്യപിച്ചിട്ടുണ്ടോന്ന്. ശ്രീകാന്ത് പറഞ്ഞു, അത് കുറച്ച്. എടാ നീയും കുടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്നൊരു പാർട്ടി അല്ലായിരുന്നു അച്ഛാ, അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടതും വർഷ പറഞ്ഞു, കുറച്ചല്ല അച്ഛാ, നന്നായിട്ട് മദ്യപിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധി പറഞ്ഞു, അത് പിന്നെ ഞങ്ങളൊരു കമ്പനി കൊടുത്ത അഭിലാഷ് സാറിന് കമ്പനി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് മദ്യപിച്ചാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിന്നോടൊക്കെ ഞാൻ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, മദ്യപിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ചന്ദ്രമതി പറഞ്ഞു, ഇവനായിരിക്കും ഇവനെ എല്ലാരെ കൊണ്ട് കുടിപ്പിച്ച, ഇവനെല്ലാത്തിനും കാരണം. ഇവനെ വിളിച്ചോണ്ട് പോയപ്പോഴെനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. അപ്പോഴേക്കും രേവതി ചോദിച്ചു, ഇതെന്താമേ അങ്ങനെ പറയണേ? സച്ചിയായിട്ട് മറ്റുള്ളവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തേ? അല്ലല്ലോ, അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കുടിച്ചല്ലേ. അതിന് സച്ചിയാണ് കുറ്റം പറയേണ്ട കാര്യമില്ല. സ്വന്തം ഭർത്താവിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് നൊന്തത് കണ്ടോ? എടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കാണുന്നതിന് മുമ്പ് ഞാൻ അവനെ കാണാൻ തുടങ്ങിയത് സച്ചിയെ. എനിക്കറിയാം, അവനെക്കുറിച്ച് നന്നായിട്ടറിയാം. മദ്യപിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ ഞാൻ കുടിക്കാതിരിക്കുമായിരുന്നു, ഇവരെ നിർബന്ധിച്ചോടെ മാത്രമാണ് കുടിച്ചത്, അല്ലെങ്കിൽ ഞാൻ കുടിക്കത്തില്ലായിരുന്നു പറഞ്ഞു. ആ സമയത്ത് രേവതിയോട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോളെ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ഇവരെ മദ്യപിക്കാതെ വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല അച്ഛാ, ഞാൻ മാക്സിമം നോക്കിയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടെ പോകുന്നുണ്ട്, പിന്നെ ഈ കോലത്തിലാ കാണുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, എന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 3 പേരും കൂടെ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അയ്യോ ശ്രുതി നീ പോവരുത്, കാരണം അവന്റെ പിടിവിട്ടു പോകും. കാരണം ശ്രുതിയെ പിടിച്ചോടാൻ നിൽക്കുന്നേ, നേരെ നിൽക്കാൻ പോലും പറ്റില്ല. രവീന്ദ്രൻ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിയും വർഷയും ശ്രുതിയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി. മറ്റൊരു 3 പേരും വാതിലിൻ്റെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു, എന്താ രവിയേട്ടാന്ന് ചോദിച്ചു. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, മദ്യപിക്കാതെ വരണമെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ 3 പേരും പുറത്ത് കിടന്നാൽ മതി, അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. സച്ചു പറഞ്ഞു, അച്ഛൻ എന്താ പറയുന്നേ? പുറത്ത് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്.
മഴ പെയ്തോട്ടെ, അതിനെന്താ, അവിടെ കിടന്നാ മതി എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അച്ഛാ തണുക്കുവല്ലേ എന്നൊക്കെ ചോദിച്ചു. അതെ, ചില തണുക്കുമ്പോഴാ പഠിക്കോളെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ട, ശ്രുതിക്ക് ഇതൊന്നും പിടിക്കുന്ന കാര്യമില്ല. അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത മോരും വെള്ളം എന്തിനും കുടിച്ചാൽ പോലും അവന് കോൾഡ് ഇളകുന്ന. അപ്പൊ അവൻ പിന്നെ പുറത്ത് കിടന്ന എങ്ങനെ ശരിയാന്നേ, ഇത്തിരി പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞു. പുറത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ല രവിയേട്ട, പുറത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്തിരി തണുക്കട്ടെ എന്നാലേ പഠിക്കുള്ളൂ. ആ സമയത്ത് സച്ചി പറഞ്ഞു, എന്താച്ചാ ഞങ്ങൾ അകത്തേക്ക് കയറാന്ന് പറയണം. ചന്ദ്രമതിയോട് നീ മിണ്ടരുത്, നിനക്ക് പുറത്ത് കിടക്കുന്നത് പുത്തിരിയുള്ള കാര്യമല്ലോ, നീ സ്ഥിരം മദ്യപിച്ച് വരുന്നല്ലേ, നിനക്ക് എവിടെ കിടന്നാലെന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെന്താ അമ്മേ, സച്ചിയെണ്ണ കൊമ്പുണ്ടോന്ന് ചോദിച്ചു. രേവതിക്ക് നല്ല ദേഷ്യം വന്നു ചന്ദ്രമതിയുടെ ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, 3 പേര് അകത്ത് കയറണ്ട, അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ശ്രുതി ഞെട്ടിപ്പോയി. കാരണം ഫോണ് ശ്രുതിയുടെ പോക്കറ്റിനകത്താ. രാത്രി എങ്ങനെ വീഡിയോ അടിച്ചു മാറ്റാന്ന് കരുതി ഇരുന്ന അവരകത്ത് കയറിയില്ലെങ്കിൽ പണി പാളും. ഇനി എന്താ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുവാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, പുറത്തു പോടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, അച്ഛാ അത് പിന്നെ നിന്നോടൊക്കെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിച്ച് ശ്രുതി. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ, അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാച്ചാ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഇത് അബദ്ധോ ഒന്നുമല്ല, പുറത്ത് കടന്ന് കുറച്ച് തണുപ്പൊക്കെ കൊണ്ടാലേ ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അതെ, സച്ചി പുറത്ത് കിടന്നോട്ടെ, പക്ഷെ ബാക്കി 2 പേരെയും കൂടെ അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു. എടി, ഇപ്പോഴും നിനക്ക് ഇങ്ങനെ തന്നെയല്ലേന്ന് ചോദിച്ചു. സച്ചി എന്താ നിന്റെ മകനല്ലേന്ന് ചോദിച്ചു. അല്ല, അവനെന്ത് പഴക്കമുള്ള കാര്യമാണല്ലോ, മിണ്ടല്ലോ നീ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രുതിയോടും വർഷയോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് കയറാൻ പറഞ്ഞു. വർഷ പറഞ്ഞു, അങ്ങനെ തന്നെ വേണോ അച്ഛാ, ഇങ്ങനെ തന്നെ ചെയ്യണം, അനുഭവിക്കട്ടെ, മദ്യവെക്കലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എടി നീ എന്തൊരു സാധനമാ, ബാക്കി 2 പേരും കണ്ടോ ഭർത്താക്കന്മാർക്ക് സപ്പോർട്ട് ചെയ്തേ, നീ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്യാത്തെ, ഈ കാര്യത്തിൽ എനിക്കൊരു സപ്പോർട്ടും ഇല്ല, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു വർഷം മുറിയിലേക്ക് പോയി. ആ സമയം ശ്രുതിക്ക് എന്തെയാണെന്ന് അറിയില്ല. ശ്രുതി പുറത്ത് കിടന്നാലും കുഴപ്പമില്ല, പക്ഷെ ഫോണ് ശ്രുതിയുടെ പോക്കറ്റിനകത്താ. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. പിന്നീട് ശ്രുതിയോട് രവീന്ദ്രൻ പറഞ്ഞു, അതെ, മോളകത്തേക്ക് എല്ലാം പറഞ്ഞു. അല്ല അത് പിന്നെ ചെല്ലാനല്ലേ പറഞ്ഞേ, രേവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ആ സമയം ചന്ദ്രവതി നിൽക്കുക. അപ്പോഴേക്കും രവീന്ദ്രൻ പോയി കഥ അടയ്ക്കുക. അച്ചാച്ചാന്ന് പറഞ്ഞ് അവർ കഥയെ മുട്ടിയെങ്കിലും കഥ തുറക്കാൻ രവീന്ദ്രൻ കൂട്ടാക്കില്ല. ചന്ദ്രമതിയോട് പറഞ്ഞു, നീ എങ്ങാനും കഥ തുറന്നു കൊടുത്താണ്ടല്ലോ എന്ന് പറഞ്ഞു. ചന്ദ്രമതിയോട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി വിളിച്ചു, അമ്മേ കഥ തുറക്കമ്മേ എന്നൊക്കെ പറഞ്ഞു. ആ സമയം ചന്ദ്രമതി നേടാ ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോഴേക്ക് സച്ചി പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇവരെ അകത്ത് കയറ്റിക്കോ, ഞാൻ പുറത്ത് കിടന്നോളാം, എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിന്നെ വലിയൊരു ത്യാഗി വന്നിരിക്കുന്നു, മിണ്ടാതിരിയടാ അവിടെയെന്ന് പറഞ്ഞു. പിന്നീട് രവീന്ദ്രൻ ചന്ദ്രമതിയെ വിളിച്ചു, നീ അവിടെ എന്തെടുക്കുക, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ചന്ദ്രമതി അങ്ങോട്ട് പോയി. ആ സമയത്ത് സച്ചിക്കും ശ്രുതിക്കൊക്കെ മനസ്സിലായി ഇനി അകത്ത് കയറ്റില്ല എന്നുള്ള കാര്യം. അവര് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലടാ മദ്യപിക്കരുതെന്ന്. ശ്രുതി പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചോ, ഇപ്പൊ എന്തായി, എല്ലാരും കൂടെ പുറത്തായില്ലേന്ന് ചോദിച്ചു. ശ്രീകാന്ത് പറഞ്ഞു, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സച്ചി പറഞ്ഞു, ഇത്രയും കാലം ഞാൻ മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അച്ഛൻ എന്നെ ഇത്ര മാത്രം വഴക്ക് പറഞ്ഞ് പുറത്ത് കിടത്തിയിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാരും കൂടെ മദ്യപിച്ചോണ്ടാ, അച്ഛൻ പറഞ്ഞു കേട്ടോ. ഇത്തവണ നിങ്ങൾക്ക് ഒരു ഫേവർ തന്നിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ആവുന്നു, അതുകൊണ്ടാ എല്ലാത്തിനും കൂടെ പുറത്ത് കിടത്തിയത്, നീയൊക്കെ കാരണോ, അല്ല ഇപ്പൊ ഞാൻ അകത്ത് കയറി കിടന്നേനെന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി പറഞ്ഞു, ഇച്ചിരി മദ്യപിച്ചാൽ എന്താടാ, എനിക്ക് നല്ല ബുദ്ധിയല്ലേന്ന് ചോദിച്ചു. അതെന്താ എടാ, ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ മുംബൈയിലുള്ള ആ ഇന്റർനാഷണൽ ഡീലർഷിപ്പ് ഞാൻ കൈക്കലാക്കിയത്, അഭിലാഷ് സാറിനെ സ്വാധീനിച്ച്. ഒന്നും മിണ്ടാതിരിക്കടാ, അന്ന് നിന്റെ കഴിവും ബുദ്ധിയും കൊണ്ടൊന്നുമല്ല, പിന്നെയോ ഞങ്ങളൊക്കെ അധ്വാനിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഈ വേഷം കിട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ നിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞ അദ്ദേഹം, പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം നിനക്ക് ഡീലർഷിപ്പ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഒന്ന് പോടാ അവിടെ നിന്നൊക്കെ പറയണ. അങ്ങനെ 3 പേരും കൂടെ ഒടുവിൽ അവിടെ കിടക്കുകയാണ്. കാരണം നല്ല ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക്. കുറച്ച് കഴിഞ്ഞപ്പം രേവതിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് സച്ചി രേവതി എന്ന് വിളിക്കണേ. രേവതി കഥ തുറന്നു, എന്താ സച്ചേട്ടാന്ന് ചോദിച്ചു. സച്ചിൻ എഴുന്നേറ്റ് വന്നു. അതെ, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം വേണമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. അതെ, അകത്തേക്ക് കയറണ്ട, ഞാൻ എടുത്തോടെ തരാം, എന്നിട്ട് വേണം, അച്ഛൻ വന്നിട്ട് വഴക്ക് പറയാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതല്ലേ, ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ രേവതി വെള്ളം കൊണ്ട് കൊടുക്കണം. ആ സമയം സച്ചി വെള്ളം കുടിച്ചു. രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സച്ചിയാണ് അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. സച്ചി പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല രേവതി, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കാനേ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് വർത്താനം പറയാന്ന് പറഞ്ഞു. ആ സമയത്ത് സുധിയുടെ പോക്കറ്റിനകത്ത് ഫോണുണ്ട്. സുധി അവിടെ കിടക്കുന്ന സമയത്ത് ആ ഫോൺ ഇങ്ങനെ കാണാം. ആ സമയം സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി നീ എന്നോട് കൂട്ടിരിക്കുക, എനിക്കെന്തോ ഉറക്കം വരുന്നില്ല. പിന്നെ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്നിട്ട് നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നതാണല്ലോ,
അതെ, നമ്മുടെ ഇവിടുത്തെ സാധനമൊക്കെയല്ല കഴിക്കുന്നേ, ഇത് വിദേശ മദ്യമാന്നേ, ഫോറിനാ സാധനം. ഓ, എന്തൊരു ഇതായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് ഇപ്പൊ ഉറങ്ങണ്ട, അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയാലെന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യെ പിടിച്ചു വിളിച്ചു. നീ ഇവിടെ ഇരിക്കുക, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ, ഞാൻ പുറത്തിരുന്നോളാം, നീ അകത്തിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വാദപ്പടിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് ഇരിക്കുകയാണ്. നീ എന്തേലും സംസാരിക്കാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, എന്ത് സംസാരിക്കാൻ, എന്നാ ഞാനൊരു പാട്ട് പാടാന്ന് പറഞ്ഞ് സച്ചി പാട്ട് പാടണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പാടരുത്, ഈ ഒച്ചപ്പാടും വേളം കേട്ട് കിടക്കുന്നവരെ എഴുന്നേപ്പിക്കില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തേലും വർത്താനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ സമയം ശ്രുതി ഓർത്തു, ഇപ്പം അവരെല്ലാം ഉറങ്ങി കാണുമായിരിക്കും, ചെന്ന് നോക്കാം. അങ്ങനെയാണ് ഫോൺ അടിച്ചു മാറ്റാന്ന് കരുതി അങ്ങോട്ടേക്ക് വരുമ്പോൾ രേവതി സച്ചി അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോ, ഇനി എന്ത് ചെയ്യും, പെട്ടുപോയല്ലോ എന്നൊരു ചിന്തയുണ്ട്. പ്രതീക്ഷയോടുകൂടി വന്നതാ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കാന്നുള്ള ആ പ്രതീക്ഷയും പോയി. ഇവർ ഈ വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. താൻ പോയി സുധിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് സച്ചിൻ രേവതിയും കാണുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പെട്ടുപോയ അവസ്ഥയിലായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.